അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത് ചെറിയൊരു കോഡ്ലെസ് ഡ്രില്ലറിനെ പറ്റിയുള്ള വീഡിയോ കേട്ടോ. അപ്പോൾ അതിൻ്റെ ചെറിയ അൺബോക്സിങ് വീഡിയോ ആണ്. ഇപ്പോൾ അതാണ് ഈ ഡ്രില്ലർ. ഇത് ജീപ്പാസിൻ്റെ ഒരു പ്രൊഡക്റ്റ് ആട്ടോ. കോഡ്ലെസ് ഡ്രില്ലർ എന്നാണ് പറയുന്നത്. ഇത് വർക്ക്ഷോപ്പിലേക്ക് അധികം ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ 1-2 വർഷമായിട്ട് ഇവിടെ യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളും ഇതേപോലത്തെ ഒന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചെറിയ അൺബോക്സിങ് വീഡിയോ ആണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഓർഡർ ചെയ്ത് വാങ്ങിച്ചോട്ടെ ഈ ഒരു സാധനം. കോഡ്ലെസ് ഡ്രില്ലർ എന്ന് പറയുന്നത് ജീപ്പാസ് ആണ്. ഇതിന് 55 ദിറംസ് ആണ് ഇവിടെ ഇതിൻ്റെ പ്രൈസ്. 55 ദിറംസ് എന്ന് പറയുമ്പോൾ നാട്ടിലെ ഒരു 2000 റുപ്പീസിൻ്റെ അടുത്ത് വരും ഇതിൻ്റെ പ്രൈസ്. പക്ഷെ നല്ല വാല്യൂബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. 12 വോൾട്ട് ബാറ്ററി, അതേപോലെ നല്ല ടോർക്കൊക്കെ ഉണ്ട് ഇതിന്. അത്യാവശ്യം നമുക്ക് ബോൾട്ടിനൊട്ടൊക്കെ ടൈറ്റ് ആക്കാം. അതേപോലെ ഈ ഫെറാരി, ലംബോർഗിനി, ബെന്റിലി പോലത്തെ കാറുകളിൽ അടിയിൽ വരുന്ന വലിയ ഷീൽഡ് ഉണ്ട്. അതൊക്കെ അയക്കാൻ ശരിക്കും നല്ല സുഖമാണിത്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്തിട്ടുമ്പോൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണല്ലോ നോക്കാം. കീറ്റിൻ്റെ അപ്പുറം ഇത് ചെറിയ കിറ്റാണ്. ഇതിൻ്റെ അകത്ത് ചെറിയ ടൂൾസൊക്കെ അവർ കൊടുക്കുന്നുണ്ട്. ചെറിയ ബിറ്റ് സംഭവങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. റീചാർജബിൾ ആണ്. ഇതിൻ്റെ ടോർക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ബോക്സ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് ഈ പ്രൊഡക്റ്റിൻ്റെ പേരാട്ടത്. കോഡ്ലെസ് ഡ്രില്ലർ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ പാർട്ട് നമ്പറൊക്കെ ഇവിടെ ഉണ്ട്. 12 വോൾട്ട് ബാറ്ററി, അതേപോലെ അതിൻ്റെ കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ ഈ ഒരു ബോക്സിനകത്തുള്ള സംഭവങ്ങൾ അതിൻ്റെ സ്പെസിഫിക്കേഷനൊക്കെ ഉണ്ട്. LED ലൈറ്റ്, പവർ ഡിസ്പ്ലേ, അതേപോലെ അതിൻ്റെ ബിറ്റ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ RPM. ഇതിൻ്റെ സ്പീഡ് വേരി ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്രണ്ട് ഉപയോഗിക്കുന്നതാണ്. കുറച്ച് കാലം ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. അതേപോലെ വേറൊരു ഫ്രണ്ട് ഉണ്ട്, അവൻ്റെ അടുത്തും 2-3 വർഷങ്ങളൊന്നും ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഒരു 6 മാസമായി. അങ്ങനെ ഞാനൊന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്, ഞാനും വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിൻ്റെ അകത്ത് എന്തൊക്കെ വരുന്നത്. ഇത്രയും സംഭവങ്ങളൊക്കെ കേട്ടോ ഇതിൻ്റെ അകത്തുള്ള. ഇവിടെ ഒരു ചാർജറുണ്ട്, ഇതിൻ്റെ ചാർജ് ചെയ്യാനുള്ള. അതേപോലെ ഇവിടെ നമ്മളെ ഗണ്ണുണ്ട് പുതിയത്. ഇത് നമ്മളെ പുതിയ ഗണ്ണ് കേട്ടോ. ഇത് രണ്ടും ഒരേപോലെ ഉണ്ട് ഏകദേശം. ചെറിയൊരു വ്യത്യാസമുള്ളൊരു തോന്നുന്നുണ്ട് കേട്ടോ. അത് സ്വിച്ചിനൊക്കെ ചെറിയൊരു വ്യത്യാസമുണ്ട്. രണ്ട് സെയിം തന്നെയാണ്. രണ്ട് ഏകദേശം സെയിം കേട്ടോ. ഇതാണ് പുതിയത്. ഇതിൻ്റെ ലെഫ്റ്റും റൈറ്റും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ച് കേട്ടോ. ഇത് റൈറ്റിലേക്ക് ഇറക്കാണോ, അതേപോലെ സ്വിച്ച് അമർത്തിയാൽ ലെഫ്റ്റിലേക്ക് ഇറങ്ങും. അതേപോലെ ഇതിൻ്റെ ടോർക്ക് കൂട്ടാനും കുറയ്ക്കാനും ഇവിടെ സ്വിച്ച് കൊടുത്തു കേട്ടോ. അതേപോലെ ഇവിടെയും ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുക. ഇതിൻ്റെ ടോർക്ക് NM ആണ് ടോർക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുക. ഇതിൽ തിരിച്ചിട്ട് അതേപോലെ ഈ ഒരു ചക്കിലാണ് ഇതിൽ നമുക്ക് ഇതിൻ്റെ ബിറ്റ് ഇട്ട് ടൈറ്റ് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ അതിൽ ഇതിൻ്റെ ബിറ്റ് കൊടുത്തിട്ടുണ്ട്. ചെറിയ 2 ബിറ്റും സ്റ്റാർ, അതേപോലെ മൈനസും, പിന്നെ ഡ്രില്ലറിൻ്റെ ഡ്രിൽ ബിറ്റ്, പിന്നെ ബോക്സ് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സോക്കറ്റും കൊടുത്തിട്ടുണ്ട്. ഈ ബോക്സൊക്കെ ഇട്ടിട്ട്, ചെറിയ ബോക്സൊക്കെ ഇട്ടിട്ട് നമുക്ക് ചെറിയ 10 ബോൾട്ട് 8 ബോൾട്ടൊക്കെ അയക്കാനുള്ള ആ ഒരു അഡാപ്റ്റർ ഇതിൽ ഫിറ്റ് ചെയ്യാം കേട്ടോ. ഈ ഒരു സാധനത്തിൽ ഇത് ഇവിടെ ഓൾറെഡി ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു 30 ബിറ്റ് ഇട്ടിട്ടുണ്ട്, ഈ ചെറിയ ബിറ്റ്. അപ്പോൾ അതാണ് ഇതിൻ്റെ അകത്തുള്ള സംഭവങ്ങളൊക്കെ കേട്ടോ. അതിന് ഇതിൻ്റെ അടിയിൽ ഇതിൻ്റെ ബാറ്ററി ഉണ്ട്. ബാറ്ററിയും വായിച്ചിട്ട് റീചാർജ് ചെയ്യാം. ഇവിടെ ബാറ്ററി വീടുക. അതാണ് ഇതിൻ്റെ ബാറ്ററി. ഇതിൽ 3 സെല്ലാണ് വരുന്നത്. അതുപോലെ അതിന് ചാർജ് ചെയ്യാനുള്ള ഒരു ഹോള് ഇവിടെ ഉണ്ട്. ഈ ഹോളിൽ ആണ് ഈ പ്ലഗ് കണക്ട് ചെയ്യേണ്ടത്. ഇവിടെ അതിൻ്റെ ലൈറ്റ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ 12 വോൾട്ട്. അതേപോലെ അതിന് ചെറിയ ടോർച്ച് ഉണ്ട് ഇതിൻ്റെ ഫ്രണ്ടിലിട്ടോ. അതേപോലെ ഇതിന് ഇൻഡിക്കേറ്ററൊക്കെ ഉണ്ട്. ബാറ്ററി ലോ ആണെങ്കിൽ ബാറ്ററി ഈ സൈഡിൽ ബാറ്ററീൻ്റെ ഒരു വാർണിംഗ് ലൈറ്റ് വരുന്നുണ്ട്. ഈ ലൈറ്റ് ബാറ്ററി കുറവാണെങ്കിൽ ചോക്ലേറ്റ് ഇട്ടു. അപ്പോൾ ഇതാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ. നല്ല പ്രൊഡക്റ്റാണ് ഇത്. നല്ല ബാറ്ററിക്ക് നല്ല കപ്പാസിറ്റി ഉണ്ട്. അതുപോലെ തന്നെ മോട്ടർ നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ടോർക്ക് ഉണ്ട്. ഈ ഒരു ഗണ്ണിന് ഹാൻഡിൽ ചെയ്യാനൊക്കെ നല്ല ഈസിയാണ്. ഒരു അടിപൊളി പ്രൊഡക്റ്റാണ്. അപ്പോൾ അത്യാവശ്യം ഇത്തരം വർക്ക്ഷോപ്പ് ഫീൽഡിൽ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അത് വാങ്ങിക്കാൻ പറ്റും, യൂസ് ചെയ്യുക. നല്ലപോലെ ഉപയോഗിക്കുകയാണെങ്കിൽ കുറേ നോക്കും. കെയർ ചെയ്യണം. നിലത്ത് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. എന്നാലും ഇതിൻ്റെ കേസിനൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. ഈ ഒരു ടൂള് ഞങ്ങൾ കുറേ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇത് 2 വർഷത്തോളം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാറ്ററിയൊക്കെ കംപ്ലൈൻ്റ് ആയിട്ട് ഞങ്ങൾ റിപ്പയറൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത്
എന്നിട്ട് റണ്ണിങ് കണ്ടീഷനാണ്. നമുക്ക് ചെറിയ ബോൾട്ടുകളും ചെറിയ സ്ക്രൂ കാര്യങ്ങളൊക്കെ ഇത് ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് അയച്ചെടുക്കാൻ സാധിക്കും. ഇത്തരം സംഭവങ്ങൾ ശരിക്കും യൂസ് ചെയ്യണം. നമ്മളെ വർക്കൊക്കെ ഒന്നുകൂടി സ്മൂത്തും അതേപോലെ തന്നെ കൈ ജോയിൻ്റ് പെയിനൊക്കെ ഒഴിവാക്കാൻ സാധിക്കും ഇത്തരം ടൂൾസ് ഉണ്ടെങ്കിൽ. ഇത് ശരിക്കും പഴയ വേർഷൻ ടൂളാട്ടോ. ഇതിൻ്റെ പുതിയ വേർഷനാണ് നമ്മളിവിടെ അൺബോക്സ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ചെറിയ ഇൻഫർമേഷൻ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക.